എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നൈറ്റിയുടെ പിന്നെ കട്ടിങ്ങാണ് കേട്ടോ. സ്റ്റിച്ചിങ് അടുത്ത വാറിൽ കാണിക്കാൻ കാരണം ഇത് കട്ടിങ് കുറച്ച് കോംപ്ലിക്കേഷൻ കൂടുതലുള്ളത് കൊണ്ട് സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ ഞാനിവിടെ ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഗൗരവിൻ്റെയാണ് കേട്ടോ. 3 മീറ്ററില്ല, 290-ൻ്റെയാണ് ഈ തുണി. 3 മീറ്റർ കാണത്തില്ല. പിന്നെ ഇതിൽ വേണം നമുക്ക് നൈറ്റി കട്ടിങ് ചെയ്യാനും ഡിസൈൻ ചെയ്തെടുക്കാനും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെയാണ് മടക്കി കിട്ടുന്നത്. ഇതിന് നമ്മൾ ഫുള്ള് നിവർത്തിയതിന് ശേഷം വീതിക്ക് മടക്കണം കേട്ടോ. ഇത് നമുക്ക് കണ്ട ഇതുപോലെ ഇതിന് ഫുൾ നിവർത്തണം. ഇതിപ്പോൾ നീളത്തിനാണ് മടക്കിയിരിക്കുന്നത്. ഇതിന് ഫുൾ നിവർത്തിയ ശേഷം നമുക്ക് വീതിയിലൊന്ന് മടക്കണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്ത വീഡിയോ ഡിലീറ്റ് ആയിപ്പോയേ, അതുകൊണ്ട് ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നമ്മുടെ താഴ്ഭാഗത്തു നിന്നും നീളം മുകളിലോട്ട് അളന്നു, എന്നിട്ട് അവിടെ ഒരു മാർക്ക് കൊടുത്തു. എനിക്ക് എത്രയാണോ ലെങ്ത് വേണ്ട അതിന് 2 ഇഞ്ച് കൂടെ കൂട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂട്ടി എടുക്കണം, കാരണം ഡിസൈൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരും. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്തു. കാരണം ഈ സൈഡ് ഓപ്പൺ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത്. ഇവിടെ നിന്നും 7.5 ഷോൾഡർ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് താഴേക്ക് വീണ്ടും 7.5 മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ചെസ്റ്റ് 11.5 എടുത്തു. 1 ഇഞ്ചും കൂടെ കൂട്ടി 12.5 എടുത്തു. അതിനുശേഷം നെക്ക് വിട്ട് 3 ഇഞ്ച് എടുത്തു. നെക്ക് ലെന്ത് 4 ഇഞ്ച് എടുത്തു. എന്നിട്ട് നെക്ക് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തിരിച്ച് നമുക്ക് സ്ലിറ്റ് ലെന്ത് എന്ന് പറയുന്നത് വേസ്റ്റ് ലെന്ത് 13.5 എടുത്തു. അവിടെ ഞാൻ ഒരു 10.75 എടുത്തു. 1 ഇഞ്ചും കൂടെ കൂട്ടി 11.75 എടുത്തു. അതിനുശേഷം നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ 20 മാർക്ക് ചെയ്തിട്ട് അവിടെ ഞാൻ ഇവിടെ 11.5 ഇല്ലേ, അപ്പോൾ ഞാൻ ഒരു 1.5 ഇഞ്ച് കൂട്ടിയെടുത്ത് 13, പിന്നെ 1 ഇഞ്ച് തയ്യലത്തിനുള്ളിൽ 14 ഇഞ്ച് എടുത്തിട്ട് ഈ ചെസ്റ്റിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്ത് വരച്ചിട്ട് ഇതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. അതാണ് താഴ്ഭാഗത്ത് നിന്ന് വേണം നമ്മൾ ലെന്ത് മാർക്ക് ചെയ്യാൻ, എങ്കിലേ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ട് എടുക്കരുത്, താഴെ നിന്ന് മുകളിലോട്ട് നമുക്ക് എത്ര ലെന്ത് വേണ്ട അതിനോട് 3 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് അവിടെ വേണം ഈ മാർക്കിംഗ് ഒക്കെ കൊടുക്കാൻ. നെക്ക് വിടുത്തും നെക്ക് ലെങ്തും ഒക്കെ കേട്ടോ. നിങ്ങൾ ഓപ്പൺ സൈഡ് ഈ സൈഡിലും ഫോൾഡഡ് സൈഡ് അപ്പുറത്തുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് വേണം ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഫോൾഡഡ് സൈഡ് ഇവിടെയും ഓപ്പൺ സൈഡ് അവിടെ ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഫ്രണ്ട് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇനി ഫ്രണ്ട് പീസ് ആണ് കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസിൻ്റെ ഇവിടെ നിന്ന് താഴോട്ടാണ് നമ്മൾ ബാക്ക് ഭാഗം കട്ട് ചെയ്യുന്നത്. അത് അതേപോലെ ഇട്ടിട്ട് ഈ നമ്മൾ കട്ട് ചെയ്ത ബാക്ക് ഭാഗമില്ല അത് ഇവിടേക്ക് വയ്ക്കുക. വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്ത് വയ്ക്കാൻ കണക്കിന് വേണം വയ്ക്കാൻ കേട്ടോ. ഇതുപോലെ അപ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നുണ്ടോ നിങ്ങൾ? കണ്ടോ, നമുക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മാക്സിമം അങ്ങോട്ടേക്ക് ചേർത്ത് വെച്ചാലും കുഴപ്പമില്ല. കണ്ടോ, ഇവിടെ ഒരു ഷേപ്പ് വരുന്നത്. അങ്ങനെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചേർത്ത് വയ്ക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ആം ഹോൾ ഷോൾഡറൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് അത് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിവിടെ ഇത് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇതാണ് നെക്കിൻ്റെ വിഡ്ത്ത്, ഇതാണ് ആം ഷോൾഡർ. എന്നിട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ടിട്ട് ഇതിൻ്റെ ഫോൾഡിങ് ഭാഗമില്ലേ അത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ കുറച്ചുകൂടെ ഇങ്ങോട്ട് നീക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ്സ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ നീക്കിയിടണം കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്. ഇതല്ല നമുക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വേണം കട്ട് ചെയ്തെടുക്കുക. നമുക്കിവിടെ കുറച്ച് പ്ലീറ്റ്സ് അധികം വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് നീക്കി വയ്ക്കണം. കാരണം ഇത് ചെസ്റ്റ് അളവ് കൂടുതലുള്ളത് കൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് കുറച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ വയ്ക്കണം. നെക്ക് വിഡ്ത്ത് ഇതാണ് നെക്ക് വിഡ്ത്ത് കണ്ടോ. എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ആ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യണം. ഇതാണ് ഫോൾഡ് ചെയ്ത ഭാഗം, അതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. ഈ നമ്മൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ആം ഹോൾ മാർക്ക് ചെയ്തു, കുറച്ച് നീക്കി വെച്ച് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ പ്ലീറ്റ്സ് ഉള്ളിൽ കിട്ടാൻ. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു കണ്ടോ. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഈ ബാക്ക് പാർട്ടിൻ്റെ ഫോൾഡിങ് ഭാഗം ഇവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്യണം. കുറച്ച് താഴോട്ടൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം ഇതാണ് നമ്മുടെ നെക്ക്, ഇതല്ല ഇതാണ്.
ഇവിടെ നിന്നും ഒരു ഇഞ്ചോളം നമുക്ക് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യണം. നെക്ക് വിട്ടിൽ നിന്നാണ് 1 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗം, നമ്മൾ യോക്ക് വെച്ചുള്ള നൈറ്റിയാണ് ചെയ്യുന്നത്. അപ്പോൾ യോക്കിൻ്റെ ഭാഗം എത്ര വേണമെന്ന് 14 ഇഞ്ച് എടുക്കാം. അതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ 13 എടുക്കാം. കാരണം ഞാൻ ഇത് ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 13 എടുത്തിട്ടുള്ളൂ. നല്ല ഹൈറ്റുള്ള ആളാണെങ്കിൽ കാണുന്നുണ്ടോ ഉണ്ടോ? ഇവിടെ നിന്ന് യോക്കിൻ്റെ ലെങ്ത് നമ്മളെ ഇഷ്ടമാണ്. പക്ഷെ നൈറ്റിക്ക് 14 ഇഞ്ചിൽ കൂടുതലായാലും എടുക്കത്തില്ല. അപ്പോൾ എനിക്കിത് പൊക്കം കുറഞ്ഞ ആൾക്കായതുകൊണ്ട് ഞാൻ 13 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇതേ 13 ഇഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇത് ഇത്രയും ഭാഗത്താണ് നമുക്ക് യോക്ക് വയ്ക്കേണ്ടത്. അപ്പോൾ ഇത് എത്ര വിട്ടുണ്ടെന്നൊന്ന്, ഇവിടെ എത്രയാണ് 7.5, അതേപോലെ 7.5 ഇവിടെയും വേണം. എന്നിട്ട് നമുക്ക് ഇവിടെയും 7.5 മാർക്ക് ചെയ്യും. കാരണം അല്ലെങ്കിൽ കറക്റ്റ് ലെവൽ കിട്ടത്തില്ല. എന്നിട്ട് ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ചെടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം, ബാക്കിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗം നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. അതിനുശേഷം നെക്ക് വിടത്തിൽ നിന്നും 1 ഇഞ്ചോ 1.5 ഇഞ്ച്, ഞാൻ 1 ഇഞ്ചാണ് എടുത്തത്, അവിടെ നിന്നും ഒരു മാർക്ക് കൊടുക്കുക. തിരിച്ച് യോക്കിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത്, എനിക്ക് 13 വേണ്ടത്, ഞാൻ 13 എടുത്തു. അവിടെ നിന്നും നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നുമാണ് 13 ഇഞ്ച് താഴോട്ട് എടുക്കേണ്ടത്. എന്നിട്ട് ഇവിടുത്തെ അതേ വീതി തന്നെ ഇവിടെയും കിട്ടണം. അത് ഇവിടുത്തെ വീതി അളന്ന് വേണം ഈ സെൻറ്ററിൽ താഴെ നമ്മൾ അളന്ന് നോക്കിയിട്ട് വേണം വരയ്ക്കുക. അല്ലെങ്കിൽ അളവ് തെറ്റിപ്പോയി, ഇവിടെ കൂടുതലും കുറവും ഒക്കെ ആയിപ്പോവും. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നെക്കിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്യണം. നെക്കിൻ്റെ ലെങ്ത് ഞാൻ 6 ഇഞ്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ചാണ്. കണ്ടോ? അപ്പോൾ അത് ഇവിടെ നമുക്കൊന്ന് വരയ്ക്കാം. ഇതല്ല, ഇത് നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് അതാണ് യോക്കിൻ്റെ ഭാഗം. ഇത് നമുക്ക് നെക്ക് മാത്രമാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇതിപ്പോൾ കട്ട് ചെയ്യില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കമാണ്. ഇനി നമ്മൾ ഈ പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമുക്കിവിടെ ഈ യോക്ക് ഭാഗം ഈ ഭാഗവുമായിട്ട് ഈ പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ചോളം വേണം. അപ്പം നമ്മൾ 1/2 ഇഞ്ച് കൂട്ടി ഇവിടേക്ക് ഇട്ട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. നിങ്ങൾ 1/4 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ 1/4 ഇഞ്ച് നമ്മൾ പിന്നെ ഈ വേസ്റ്റ് ഭാഗം വരെ 1/2 ഇഞ്ച് കൂട്ടി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് കറക്റ്റ് അളവ്, ഇതൊന്നും അല്ല. ഇപ്പം ഞാൻ മറ്റേ മാർക്കിംഗ് ഒക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് ഇവിടെ യോക്ക് ഭാഗവുമായിട്ട് ഈ പാർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന 1/2 ഇഞ്ച് പോകും. നിങ്ങൾ 4 ഇഞ്ചാണെങ്കിൽ നിങ്ങൾ 4 ഇഞ്ച് ഇവിടെ എടുത്താൽ മതി. ഞാൻ 1/2 ഇഞ്ച് വെച്ച് തയ്ക്കുന്നത് കൊണ്ട് നമ്മൾ എത്രയാണോ ആ ബാക്ക് പാർട്ട് വെച്ച് ഷോൾഡർ മാറ്റി അവിടെ നിന്ന് 1/2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് വേണം ഇത് കട്ട് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഇവിടുത്തെ ഷോൾഡറിൻ്റെ വീതി കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ ഇടണമെന്ന് പറഞ്ഞത്. നിങ്ങൾ 4 ഇഞ്ച് വെച്ചിട്ടാണ് യോക്ക് ഭാഗം ജോയിൻ ചെയ്യുന്നതെങ്കിൽ 4 ഇഞ്ച് വിട്ടാൽ മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ഭാഗമാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമുക്ക് യോക്ക് ഭാഗം ഈ നെക്ക് ഇതുമായിട്ട് നമുക്ക് യോജിപ്പിക്കേണ്ട ആവശ്യം, അത് ഇതുമായിട്ട് ബന്ധമില്ല. നമുക്ക് ഇത്രയാണ് നമ്മുടെ യോക്ക് ഭാഗം. തയ്യൽ തുമ്പൊന്നും നിങ്ങൾ എക്സ്ട്രാ ഇടേണ്ട, ഈ തയ്യൽ തുമ്പ് മതി. എല്ലാം ആഡ് ചെയ്തിട്ടാണ് 13 ഇഞ്ച് ഞാൻ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പൊക്കമുള്ളവരാണെങ്കിൽ 14 ഇഞ്ച്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എന്താ കട്ട് ചെയ്തിട്ടുള്ളൂ. കണ്ടു, ഈ ഭാഗമാണ് നിങ്ങൾ നെക്ക് കട്ട് ചെയ്തത്. ഈ യോക്ക് ഭാഗമാണ് കട്ട് ചെയ്യുന്നത്. ഈ ഭാഗം നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമുക്ക് ഈ വേസ്റ്റ് ഉണ്ടല്ലോ, അവിടുത്തെ വരെ കട്ട് ചെയ്യണം. എന്താ ഈ ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇവിടെ ഒന്നും കൂടെ അടിഭാഗം കട്ടായില്ല. ഇവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് കട്ട് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ അളവിൽ വ്യത്യാസം വരും. കണ്ടോ? അപ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് യോക്ക് വയ്ക്കേണ്ടത്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ? ഇങ്ങനെ വരും. കണ്ടോ? ഇത്രയും ഭാഗത്ത് നമ്മൾ പ്ലീറ്റ്സ് ഇടും. ഇവിടെയാണ് നമുക്ക് യോക്ക് ഭാഗം വയ്ക്കേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തപ്പോൾ ഈ ഭാഗം നമുക്ക് വേണ്ട, ഇത്രയും ഭാഗം വേണ്ട. ഈ ഭാഗം വെച്ചിട്ടാണ് നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഇത് നമുക്ക് ആവശ്യമില്ല, ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇത് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പോകുന്ന തുണിയിൽ ഈ പീസ് വെച്ചിട്ട് കട്ട് ചെയ്യണം.
പിന്നെ എന്താ ഒരു പീസ് റെഡ് കളറിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ബ്ലാക്ക് കളറിന് ഇല്ല, ബ്ലാക്ക് ആയിരുന്നു കുറച്ചുകൂടി നല്ലത്. ബ്ലാക്ക് ഇല്ലാത്തതുകൊണ്ട് റെഡ് കളറിലാണ് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ മടക്കിയിടണം, രണ്ടായിട്ട് മടക്കിയിടണം. ഫോൾഡിങ് ഭാഗം നമ്മൾക്ക് നമ്മളെ സൈഡിലായിരിക്കണം നിൽക്കേണ്ടത്. എന്നിട്ട് ഈ പീസിൽ നമ്മൾ നെക്ക് മാർക്ക് ചെയ്തില്ലേ, അത് വേണം വയ്ക്കാൻ. അത് നല്ല കറക്റ്റായിട്ട് വയ്ക്കണം. വച്ചതിന് ശേഷം ചേർത്ത് വയ്ക്കണം കേട്ടോ. എന്നിട്ട് ഇവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടേക്കണം. കാരണം നമുക്ക് ജോയിൻ ചെയ്യാൻ 1/2 ഇഞ്ച് വേണം യോക്ക് ഭാഗത്ത്, നമ്മൾ മറ്റേ ബോഡി പാർട്ടിൽ ചെയ്ത പോലെ. ഇതാ അപ്പോൾ 1/2 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. എനിക്ക് 1/2 ഇഞ്ചോളം ഞാൻ കണക്കാക്കിയാണ് ഇത് മടക്കി വെച്ചിരിക്കുന്നത്. മടക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഓപ്പൺ ആയിരിക്കും നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗം. പക്ഷെ നമ്മൾ ഈ ഡിസൈൻ ചെയ്യാൻ പോകുന്ന ഭാഗത്തിൻ്റെ ഫോൾഡിങ് ഭാഗം നമ്മളെ നേർക്കായിരിക്കണം, അല്ലെങ്കിൽ അവിടെ പിന്നെ ജോയിൻ ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അതുപോലെ തന്നെ ഈ സൈഡിലും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടണം, താഴ്ഭാഗത്തും 1/2 ഇഞ്ച് തയ്യൽ തുമ്പിടണം. നമുക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണേ. നിങ്ങൾ 1/4 ഇഞ്ചാണ് വിടുന്നതെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടാൽ മതിയാവും. പക്ഷേ 1/2 ഇഞ്ച് ഇടുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കീറിപ്പോകുന്ന ആയിരിക്കും. പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഇതിങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പീസ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൽ വേണം നമ്മുടെ നെക്ക് ലെങ്തും ഒക്കെ മാർക്ക് ചെയ്യേണ്ടത്. കണ്ടു. ഇനി നമുക്കിതിൽ നെക്ക് ലെങ്തും വെടുത്തും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പം നെക്ക് ഞാൻ 3 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. നെക്ക് വെടുത്ത് 3 ഇഞ്ച്, നെക്ക് ഇറക്കം 6 ഇഞ്ചാണ് കേട്ടോ. ഷോൾഡർ ജോയിനും കഴിഞ്ഞിട്ട് നമുക്ക് 5.5 കിട്ടും. ഇവിടെയും 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. സെൻറ്ററിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്യണം. ലെവലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് മാർക്ക് ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് നമുക്കിനി റൗണ്ട് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ യോക്ക് ഭാഗം. അപ്പം നമുക്ക് ഇതിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഒരു പ്രത്യേക പറഞ്ഞിട്ടില്ല, നമ്മൾ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലെന്ത് കറക്റ്റായിട്ട് അളന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഞാൻ ഫ്രണ്ട് ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. ലെങ്ത്തും കൂടെ നമ്മൾ ബാക്കിന് എത്രയാണോ എടുത്തത് അതേപോലെ ലെങ്ത്തും കൂടെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് എനിക്ക് ലെങ്ത് ഫുള്ള് വേണ്ടായിരുന്നു. 53.5 എടുത്തത്. തയ്യൽ തുമ്പ് എല്ലാം കൂടെ കൂട്ടി എക്സ്ട്രാ 2 ഇഞ്ചാണ് കൂടുതൽ എടുത്തത് വേണ്ടതിനെക്കാട്ടിലും. അപ്പോൾ അതിന് താഴ്ഭാഗത്ത് ബാക്കി തുണി ഉണ്ടായിരുന്നു സ്ലീവിന് എടുക്കുന്നത്. നിങ്ങൾ ഫുൾ ലെന്ത് എടുക്കുകയാണെങ്കിൽ സ്ലീവിന് തുണി തികയത്തില്ല. വേറെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന വേറെ തുണി എടുത്തോണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തുണി നമുക്ക് കിട്ടത്തില്ല ഫുൾ ലെന്ത് എടുക്കുകയാണ്. എനിക്കിതിപ്പം പൊക്കം കുറഞ്ഞ ആൾക്ക് ആയതുകൊണ്ടാണ് ഫുൾ ലെന്ത് കിട്ടുന്നത്. ഇനി നമുക്കിത് ഇതിൽ ഇപ്പം ഞാൻ 4ആയിട്ട് ഇത് മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ലെവലിൽ വ്യത്യാസം വരും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്ലീവ് എടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എനിക്കിത് സ്ലീവിന് തുണി തികയത്തില്ല. ആംഹോൾ അടന്നപ്പോൾ 12 ഇഞ്ചോളം എനിക്ക് വണ്ണം വേണം. പക്ഷേ ഇവിടെ എനിക്കിപ്പോൾ 8.5 കിട്ടുന്നുള്ളൂ. കണ്ടോ, നമ്മളിപ്പോൾ ചരിച്ച് ഷേപ്പ് ചെയ്ത് വരച്ചാലും ഒരു 9.5 കിട്ടത്തുള്ളൂ. അപ്പം ബാക്കി എനിക്ക് ഇവിടെ ജോയിൻ ചെയ്തതായിട്ട് വരും. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ബാക്കി ചെറിയ തുണികളൊക്കെ കൊണ്ട് അതൊക്കെ ജോയിൻ ചെയ്ത് സ്ലീവ് തികയ്ക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ നമുക്കിനി എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ താഴ്ഭാഗത്തു നിന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ലെങ്ത് ഞാൻ ഇവിടെ ഒരു 13 ഇഞ്ചോളം വയ്ക്കുന്നുണ്ട്. തുണി ഉള്ളത് കൊണ്ടാണ് ഇത്രയും നീളത്തിന് എടുക്കുന്നത്. നിങ്ങൾക്ക് തുണി കുറവാണെങ്കിൽ അതനുസരിച്ചാണ് എടുക്കാം. നിങ്ങൾക്ക് എന്തായാലും എക്സ്ട്രാ ഫുൾ ലെന്ത് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ വയ്ക്കേണ്ടി വരും, വേറെ തുണി ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 13 ഇഞ്ചോളം എടുത്തിട്ടുണ്ട്. ഞാൻ 11 ഇഞ്ച് വയ്ക്കത്തുള്ളൂ. പിന്നീട് ലാസ്റ്റ് ആവശ്യമുള്ള എടുത്തിട്ട് കട്ട് ചെയ്ത് കളയും കേട്ടോ. പക്ഷേ ലെങ്ത് കുറയാൻ പാടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ 13 ഇഞ്ച് കൂടുതലിട്ട് എടുത്തത്. 11 ഇഞ്ച് നമുക്ക് മുകളിലും താഴ്ഭാഗം മടക്കി അടിച്ച് മുകളിൽ ഷോൾഡറിൻ്റെ അവിടെയും ജോയിൻ ചെയ്ത് വരപ്പോൾ 11 ഇഞ്ച് മതി. പിന്നെ 2 ഇഞ്ച് കൂടുതലെടുത്തതാണ്. 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും
3 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം, ഷേപ്പ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കാം. എന്നിട്ട് നമുക്കിത് കിട്ടത്തില്ല, സൈഡിൽ ജോയിൻ ചെയ്താനായിട്ട് വരും. കണ്ടോ, 9 വരത്തുള്ളൂ, 9 കിട്ടത്തുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്കിതൊന്ന് ഇത് ഫുള്ള് കട്ട് ചെയ്യുന്നില്ല, ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ലെന്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇവിടെ ഇങ്ങനെ നമുക്ക് തുണി ഇങ്ങനെ മാറ്റിയപ്പോൾ ലെന്ത് കിട്ടിക്കോളും. കണ്ടോ, കറക്റ്റ് ലെന്ത് കിട്ടും. നമുക്ക് തയ്യൽ തുമ്പൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട അളവ് തന്നെ കിട്ടും. അപ്പം ഇത് ഫുള്ള് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കല്ലേ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഇത് ഫുള്ള് വയ്ക്കണമെന്നില്ല, ഇത്രയും ഭാഗത്ത് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്യുന്നില്ല, ഇത് ലെന്ത് മാത്രമേ കട്ട് ചെയ്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ടിൽ ഇത് ജോയിൻ ചെയ്തിട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഇത് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇനി നമുക്ക് മടക്കി വയ്ക്കാം. നമ്മുടെ കട്ടിങ് പാർട്ടത്തെ കടഞ്ഞിട്ടുണ്ട്. അതായത് ബാക്ക് പാർട്ടാണ്, കണ്ടോ, നെക്കും ഇതൊക്കെ കട്ട് ചെയ്യുന്നത്. ഇത് ബാക്ക് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ട് പാർട്ട്. നമുക്കിവിടെ പ്ലീറ്റ് ഇടണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഫ്രണ്ട് പാർട്ട്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ലെന്ത് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അത് സ്റ്റിച്ചിങ് പാർട്ടിൽ എങ്ങനെ ജോയിൻ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്കിനൊരു പീസ് ഡിസൈൻ ചെയ്യാൻ യോക്ക് ഭാഗം കട്ട് ചെയ്ത് വെച്ചിരുന്നു, കണ്ടോ ഇത്. അപ്പോൾ ഇതുണ്ട് അങ്ങനെ. ഇപ്പം നമുക്ക് അതിൻ്റെ ബാക്കിൽ വയ്ക്കാൻ ക്രോസ് പീസ് വേണം. അത് നമുക്ക് നെക്ക് കട്ട് ചെയ്തതിൽ നിന്നും ക്രോസ് പീസ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ക്രോസ് പീസും കൂടി കട്ട് ചെയ്ത് വയ്ക്കാം. ബാക്കിനൊക്കെ ചെറിയതായതുകൊണ്ട് നമുക്ക് ഇത് മതിയാകും. അപ്പോഴേ വേണമെങ്കിൽ നമുക്ക് വേറെ പീസിൽ നിന്ന് കുറച്ചും കൂടെ കട്ട് ചെയ്തെടുക്കാം. തൽക്കാലം ഇപ്പോൾ 2 എണ്ണം മതി കേട്ടോ. അപ്പോൾ ഇതും കൂടെ ആയി. അപ്പോൾ നമുക്ക് എല്ലാം ആയിട്ടുണ്ട്, കണ്ടോ, കട്ടിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് പാർട്ട് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി ലെങ്ത് കൂടി പോവും. അപ്പോൾ അടുത്ത സ്റ്റിച്ചിങ് പാർട്ടുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.